നമസ്കാരം. CPM-ൽ പണ്ടു നടന്നതിന് സമാനമായി CPI-യിലും സമാനമായ ഒളിക്യാമറ വിവാദങ്ങൾ പുകയുന്നു. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇടതുമുന്നണിക്ക് പുത്തരിയല്ല. കോൺഗ്രസ് ഇത്തരം സംഭവങ്ങളിൽ മാതൃകാപരമായ അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോകുമ്പോൾ ഇടതുപക്ഷ പാർട്ടികളിലെ പരാതികൾ മുക്കപ്പെടുന്നു എന്ന ആക്ഷേപവും ഇതിലൂടെ ശക്തമാവുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഒളിക്യാമറയിലൂടെ വേട്ടയാടാൻ ഇറങ്ങുന്നവർ സ്വന്തം തട്ടകത്തിലെ നാണം കെട്ട സംഭവങ്ങൾ മൂടിവെക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പുറത്താകുന്നു. കോട്ടയം CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ഒളിക്യാമറ വിവാദത്തിലെ പരാതിക്കാരന് മന്ത്രിയുടെ ഓഫീസിൽ ജോലി നൽകി പരാതി മുക്കിയ സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവിഹിതം നടന്നതായി ആരോപിക്കുകയും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സംസ്ഥാന സെക്രട്ടറിക്ക് വരെ കൈമാറുകയും ചെയ്ത മുൻ ഓഫീസ് സെക്രട്ടറിക്കാണ് മന്ത്രി P. പ്രസാദിന്റെ ഓഫീസിൽ ജോലി നൽകിയത്. പരാതിക്കാരനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാമെന്ന ഉറപ്പിന്മേലാണ് പരാതി ഒതുക്കിയതെന്ന് പറയപ്പെടുന്നു. എന്നാൽ നിയമനം ക്ലർക്ക് തസ്തികയിൽ ആയതോടെ ഇദ്ദേഹം പ്രതിഷേധത്തിലാണ്. 2 ദിവസം മാത്രം ജോലി. പ്രതീക്ഷിച്ച പദവി ലഭിക്കാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ 2 ദിവസം മാത്രമേ ജോലിക്ക് പോയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പരാതി ഉയർന്ന ഉടനെ ജില്ലാ സെക്രട്ടറി CK ശശിധരനെ മാറ്റി നിർത്തി KP രാജേന്ദ്രൻ, കമല സദാനന്ദൻ എന്നിവരടങ്ങുന്ന 2-അംഗ അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരന് ജോലി ഉറപ്പാക്കി പരാതി പിൻവലിപ്പിക്കപ്പെട്ടതോടെ അന്വേഷണം പാതിവഴിയിൽ മരവിച്ചു. ആരോപണ വിധേയനായ ശശിധരനെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് ഉയർത്തുകയും ജില്ലയുടെ ചുമതല തിരികെ നൽകുകയും ചെയ്തതോടെ പാർട്ടിയിലെ ഒതുക്കി തീർക്കൽ പൂർണ്ണമായി. പരാതിക്കാരന് ജോലി നൽകി ഒത്തുതീർപ്പാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് വിവാദത്തിൽ ഉൾപ്പെട്ട മഹിളാ സംഘം നേതാവ് പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ബിനോയ് വിശ്വം പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഇവർ വിട്ടുനിന്നു. ഇവരെ അനുനയിപ്പിക്കാൻ നേതൃത്വം നെട്ടോട്ടമോടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒളിക്യാമറ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്ന ഇടതുപക്ഷ നേതാക്കളിപ്പോൾ മൗനത്തിലാണ്. സ്വന്തം ഓഫീസിലെ അവിഹിതവും ഒളിക്യാമറ ദൃശ്യങ്ങളും പുറത്തു പോകാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് ജോലി നൽകുന്നത് അഴിമതിയാണെന്ന ആക്ഷേപം ശക്തമാണ്. കോൺഗ്രസ് ഇത്തരം വിവാദങ്ങളിൽ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ പരാതിക്കാരെ സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കുന്ന ഇടതുശൈലി വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു. CPI-യിലെ പ്രാദേശിക നേതാക്കൾ മുതൽ ഉയർന്ന ഘടകങ്ങളിലുള്ളവർ വരെ ഉൾപ്പെട്ട ഒളിക്യാമറ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇവയൊന്നും പോലീസിൽ എത്തുന്നില്ല എന്നത് വലിയ ചോദ്യമുയർത്തുന്നു. ഇടതുപക്ഷത്തെ പല നേതാക്കൾക്കുമെതിരെ സ്ത്രീവിരുദ്ധ നീക്കങ്ങളും ഒളിക്യാമറ ദൃശ്യങ്ങളും ഉയർന്നു വന്നിട്ടും അവ പാർട്ടി കമ്മീഷനുകളിൽ ഒതുക്കി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളിൽ പരസ്പരം വീഴ്ത്താൻ ഒളിക്യാമറകൾ ആയുധമാക്കുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടികൾക്കാരും തയ്യാറാകുന്നില്ല. പാലക്കാട്ടെയും മറ്റും സംഭവങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും സ്ത്രീവിരുദ്ധത ആരോപിച്ച് രംഗത്ത് വന്നവർ സ്വന്തം പാർട്ടിയിലെ ഒളിക്യാമറ വിവാദങ്ങളിൽ മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനം ഉയരുന്നു. രാഹുലിനെതിരെ മുറവിളി കൂട്ടിയവർ സ്വന്തം പാർട്ടിക്കുള്ളിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് മറുപടി പറയേണ്ടി വരും. കോൺഗ്രസിനെ വിമർശിക്കാൻ കാണിച്ച ആവേശം സ്വന്തം പാർട്ടിയിലെ ക്രിമിനലുകളെ പുറത്താക്കാൻ ഇവർ കാട്ടുന്നില്ല. കോൺഗ്രസിനുള്ളിൽ സമാനമായ പരാതികൾ ഉയർന്നപ്പോൾ പാർട്ടി സ്വീകരിച്ചത് അടിയന്തരവും മാതൃകാപരവുമായ നടപടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്യാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും കോൺഗ്രസ് തയ്യാറായി. പാർട്ടിക്കുള്ളിൽ ഒതുക്കാതെ കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടികൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകി. ഇടതുപക്ഷത്തെ ഒളിക്യാമറ വിവാദങ്ങൾ പുറത്തായതോടെ വരും ദിവസങ്ങളിൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. എന്തായാലും സ്വന്തം പാർട്ടിക്കുള്ളിലെ ഒളിക്യാമറ ഒളിച്ചുകളികൾക്ക് ഇടതു നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പണ്ടും ഇത്തരത്തിലുള്ള ഒളിക്യാമറ വിവാദങ്ങൾ ഉണ്ടായതാണ്. പണ്ട് 2011 CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോപി കോട്ടമുറിക്കലിനെ കൊടുക്കാൻ VS പക്ഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ ഒട്ടേറെ ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. കോട്ടമുറിക്കലിന്റെ വിശ്രമമുറി, വായനാമുറി, മറ്റ് 4 വിശ്രമമുറികൾ, ഫയലുകളും രേഖകളും സൂക്ഷിക്കുന്ന മുറി, ഇടനാഴി എന്നിങ്ങനെ എല്ലാ സ്ഥലത്തും ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഏതു വിധേനയും ഗോപിയെ വീഴ്ത്തുകയെന്നതായിരുന്നു എതിർചേരിയുടെ ലക്ഷ്യം.